ജാതി സെൻസസ് എടുക്കേണ്ടത് പൊതു സെൻസസിന്റെ ഭാഗമായാണെന്നും സമയബന്ധിതമായി എടുക്കണമെന്നാണ് CPM നിലപാടെന്നും കെ രാധാകൃഷ്ണൻ എം പി. ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുന്നുണ്ട്. വേടന്റെ വിഷയത്തിൽ വനമന്ത്രി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ടോൾ കമ്പനികൾക്ക് അനുകൂലമായ നിയമമാണ് കേന്ദ്ര സർക്കാരിന്റേത്. പന്നിയങ്കര ടോൾ കമ്പനി വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്നും MP പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞിരുന്നു, ജാതി സെൻസസ് എടുക്കേണ്ടത് പൊതു സെൻസസ് എടുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ്. അതിപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിലും മധുരയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിലും പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ പൊതു സെൻസസ് എടുക്കുന്നതോടൊപ്പം ജാതി സെൻസസ് എടുക്കുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമയബന്ധിതമായിരിക്കണം. ഇതിങ്ങനെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നൊരു സമീപനമല്ല വേണ്ടത്. കൃത്യമായിട്ട് 2011 നമ്മുടെ ലാസ്റ്റ് പൊതു സെൻസസ് എടുത്തത്. 2021 എടുക്കേണ്ടതാണ്. അപ്പോൾ ബീഹാറിലാണെങ്കിൽ ഈ ജാതി സെൻസസ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമൊക്കെ നടന്ന സ്ഥലമാണ്. നിതീഷ് കുമാർ അവിടുത്തെ മുഖ്യമന്ത്രി ജാതി സെൻസസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം സമ്മർദ്ദത്തിൻ്റെ എല്ലാം ഫലമായി കൊണ്ടാണ് ഇപ്പോൾ ജാതി സെൻസസ് കൂടി എടുക്കണം എന്നുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രാസലഹരിയുടെ ആപത്തിനെ കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. അത് വ്യത്യസ്ത ഫീൽഡിൽ ഉണ്ടാകുന്നുണ്ട്. സിനിമ ഫീൽഡിൽ അത് കൂടുതൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കൂടുതൽ ചർച്ച ചെയ്തത്. അതിൻ്റെ എല്ലാം ഭാഗമായിക്കൊണ്ട് സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ മറ്റു രംഗത്തുമൊക്കെ അതൊരു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് എന്നുള്ള പൊതുബോധം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളുകൾ, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ, അതുപോലെ എല്ലാ മേഖലയിലും. അപ്പോൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയില്ലെങ്കിൽ നമ്മുടെ നാട് വലിയ ആപത്തിലേക്ക് പോകുമെന്നുള്ള ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ടതാണ്. അപ്പോൾ ആ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ പാടില്ല. ഞാനിപ്പോൾ രാസലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ എന്നെ ക്രൂശിക്കുക. അതിന് തെളിവ്, അടിസ്ഥാനപരമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അവരെ ശിക്ഷിക്കാനോ ക്രൂശിക്കാനോ ഒക്കെ പാടുള്ളൂ. ഇത് ഇക്കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറി നടന്നു വരികയാണ്. ടോൾ കമ്പനികൾക്ക് അവർക്ക് സർവ്വവിധ സ്വാതന്ത്ര്യം കൊടുക്കുന്ന നിയമമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അത് സംബന്ധിച്ച് നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിപ്ലൈ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ റിപ്ലൈ ഒക്കെ വെച്ച് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് പിന്നീട് ആലോചിക്കാം.